മുഖ്യമന്ത്രി പിണറായി വിജയനും എ റഹീം എംപിയും കെ.ടി. ജലീൽ എം.എൽ.എയുമെല്ലാം അറിയാൻ വേണ്ടി ഒരറിയിപ്പുണ്ട്. കർണാടകയിൽ നാളെ മുതൽ പാവങ്ങൾക്ക് വീടുകൾ നൽകി തുടങ്ങും. വീടുണ്ടായിരുന്നില്ല അവർക്ക്. ചേരിയിൽ അനധികൃതമായി വീട് കെട്ടിയിട്ടും അവരോട് കാണിച്ച കരുതൽ, അത് പിണറായി വിജയൻ ഒന്ന് ഫേസ്ബുക്കിൽ ഇന്ന് കുറിക്കണം. കെ.സി. വേണുഗോപാലിൻ്റെ നിർബന്ധവും കർണാടക സർക്കാരിൻ്റെ വിശാല മനസ്കതയും കൂടിയായപ്പോൾ നൂറുകണക്കിന് പാവങ്ങൾക്കിനി സ്വന്തം വീട്ടിൽ ജീവിക്കാം. ചെറിയ വീടല്ല അത്. അവരുടെ മനസ്സിൽ അത് സ്വപ്നം കണ്ടിരുന്നൊരു കൊട്ടാര സദൃശമായ വീടാണ്. സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് രാജീവ് ഗാന്ധി ആവാസ് യോജനയ്ക്ക് കീഴിൽ ഫ്ലാറ്റ് നൽകുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ. ബംഗളൂരു നഗരത്തിലെ യലഹങ്ക ഫക്കീർ കോളനിയിലെ ചേരിയിൽ താമസിക്കുന്നവർക്കാണ് നഗരത്തിലെ ബയ്യപ്പനഹള്ളിയിൽ നിർമ്മാണം പൂർത്തിയായ ഫ്ലാറ്റുകൾ സബ്സിഡി നിരക്കിൽ നൽകുന്നത്. സബ്സിഡി എന്ന് പറഞ്ഞാൽ അത് സൗജന്യം തന്നെയാണ് നൽകുന്നത്. അതായത് 11,20,000 രൂപ വിലയുള്ള ഫ്ലാറ്റുകൾക്ക് 5 ലക്ഷം രൂപ ബംഗളൂരു നഗരവികസന അതോറിറ്റി സബ്സിഡിയായി നൽകും. ഇതിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡി കൂടി ലഭിക്കുന്നതോടെ ജനറൽ വിഭാഗക്കാർക്ക് 8,70,000 രൂപ ഇളവ് ലഭിക്കും. ബാക്കി വരുന്ന 2.5 ലക്ഷം രൂപ വായ്പ തരപ്പെടുത്തി സർക്കാർ തന്നെ നൽകും. അതുപോലെ ഇത് പട്ടിക വിഭാഗങ്ങൾക്കാണെങ്കിൽ 9.5 ലക്ഷം രൂപയും മൊത്തം സബ്സിഡി ലഭിക്കും. പുറമെ 1,70,000 രൂപ വായ്പയായും ലഭ്യമാക്കും. ജനുവരി 1 മുതൽ, അതായത് നാളെ മുതൽ ഫ്ലാറ്റുകൾ നൽകി തുടങ്ങുകയാണ്. സംഭവം നടന്ന് 11 ദിവസം കഴിഞ്ഞ് 12ാം ദിവസത്തിൽ പരിഹാരമായി വീട് നൽകിയിരിക്കുകയാണ് കർണാടക സർക്കാർ. അർഹരായ കുടുംബങ്ങളെ കണ്ടെത്താൻ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി സ്ഥലം സന്ദർശിച്ച് രേഖകളെല്ലാം പരിശോധിച്ചു. റേഷൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകൾ പരിശോധിച്ച ശേഷം പുനരധിവാസം സംബന്ധിച്ച് തീർപ്പ് ഉണ്ടാക്കും. ഭവനമന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത് മുഴുവനും നടക്കുന്നത്. ഉപമുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായ DK ശിവകുമാറും അതുപോലെ ഭവനമന്ത്രി സമീർ അഹമ്മദ് ഖാനും കഴിഞ്ഞ ദിവസം ആ കോളനി സന്ദർശിച്ച് വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് പുനരധിവാസ പാക്കേജിന് അങ്ങനെ അന്തിമ രൂപം നൽകിയത്. മാലിന്യം തള്ളാൻ വിജ്ഞാപനം ചെയ്ത് 5 ഏക്കർ ക്വാറി അത് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് തിരിച്ചു നൽകാനാകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് AICCയുടെ അതിശക്തമായ ഇടപെടൽ ഇതിന് വലിയ സഹായമായി എന്ന് തന്നെ പറയാം. കർണാടക സർക്കാർ അയഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലുമായി നടന്ന കുടിയൊഴിപ്പിക്കൽ വിവാദമായതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെട്ടതോടെയാണ് സർക്കാർ പുനരധിവാസ പാക്കേജിന് തയ്യാറായത്. പിണറായി വിജയൻ ഫേസ്ബുക്കിൽ അനാവശ്യം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയതും വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി 2 മുസ്ലിം CPM നേതാക്കളെ ബംഗളൂരുവിലേക്ക് അയച്ചതും ഈ വർഷത്തെ ഏറ്റവും വലിയ നെറുകേടായിട്ടാണ് രാഷ്ട്രീയ കേരളവും അതുപോലെ കർണാടകയും ഒരുപോലെ കാണുന്നത്. മനസ്സിൽ ധാർമ്മികത എന്നൊരു വാക്ക് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് കോൺഗ്രസ് സർക്കാരിനെ അഭിനന്ദിക്കണം ഈ ധന്യനിമിഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഉടൻ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെയാണ് പിണറായി വിജയൻ അയൽ സംസ്ഥാനത്തെ ഒഴിപ്പിക്കൽ ഉന്നയിച്ച് രാഷ്ട്രീയം കളിക്കുന്നത് എന്നാണ് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ തന്നെ പറഞ്ഞത്. ആ ഒരവസ്ഥയ്ക്ക് 15 ലക്ഷത്തിലധികം വരുന്ന ബംഗളൂരുവിലെ മലയാളികൾ മാത്രം മതി പിണറായിയുടെ തോൽവി ഉറപ്പിക്കാൻ. ഏതായാലും മുഖ്യമന്ത്രി തൊടുന്നതെല്ലാം തോൽവിയായി മാറുകയാണ്.